ഹായ് കൂട്ടുകാരെ, ഇന്നിതാ മുള്ളൻകൊല്ലിയിലുള്ള വക്കൻസ എന്ന് പറഞ്ഞുള്ള ഒരു ഹോം സ്റ്റേയിലാണ്. അപ്പം ഇവിടെ ഞാനിന്ന് ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ കൂടെ വന്നാണ്. ഒരു കല്യാണക്കാരുടെ കൂടെ ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള ഒരു ടീച്ചറുടെ മോളുടെ ആയിരുന്നു. അപ്പം അങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, നല്ല അടിപൊളി. അടുത്തൊക്കെ വീടുണ്ട്, എന്നാലും അത്ര തൊട്ടും കൊണ്ടല്ല താനും. അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഇതാ തൊട്ടപ്പുറത്ത് കുറച്ച് കാപ്പി ഒക്കെ നല്ല കാണുന്നുണ്ടോ അറിയില്ല, കാപ്പിയൊക്കെ നിറച്ചും ഉണ്ടായി കിടക്കുന്നുണ്ട്. പഴുത്തതും പച്ചയൊക്കെ ഉണ്ട് ഇതിൽ, അത്ര മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെയാണ് താമസം. ഇതൊരു 4-5 റൂമുകളൊക്കെ ഉള്ള ഒരു വീടാണ്. ഇതിൻ്റെ തന്നെ ഔട്ട് ഹൗസായിട്ട് അപ്പുറത്തെ സൈഡിലുണ്ട്. അത് അവരുടെ പഴയ വീടാണ്. ഇത് പുതിയ വീട്ടിലാണ് അവർ ഇങ്ങനെ ഹോം സ്റ്റേ ആയിട്ട് പുതുക്കി ഉണ്ടാക്കിയതിൽ അവിടെ അപ്പുറം ചെറിയത്. വന്നപ്പം തന്നെ എൻ്റെ കണ്ണൊക്കെ പോയത് ആ ഊഞ്ഞാലിലേക്കാണ്. ഊഞ്ഞാലൊക്കെ കണ്ടുമ്പോൾ നമുക്ക് എപ്പോഴും കണ്ടൊന്ന് ആടണമെന്നൊക്കെ ആണല്ലോ. എന്തായാലും 2 ഊഞ്ഞാലും ഇവിടെ ഉണ്ട്. അപ്പം അതിൽ കയറണം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഇപ്പോൾ. പിന്നെ ഇതിൻ്റെ ഈ മുൻവശത്തേക്ക് അതങ്ങനെ കുറേ നല്ല നല്ല മരങ്ങളും പൂക്കളും എല്ലാം. വയനാട്ടിൽ ഒരുപാട് പൂക്കളുള്ള സ്ഥലമാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് അങ്ങനെ ചെടികളൊന്നും ഇവരങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്തു വരുന്നേ ഉള്ളൂ. വേറെ ഒരു ആൾക്കാരോട് ആരോടും അവർ മേടിച്ചതാണ്. അപ്പം അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഫോട്ടോഷൂട്ടിനും എല്ലാം പറ്റിയ നല്ല ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കാണാത്ത തരം ഈ ഇലച്ചെടിയും ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ എത്തിയപ്പം എൻ്റെ കണ്ണ് പോയതൊക്കെ ഇങ്ങനെ പൂക്കളും ചെടികളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ. അതിനോട് പൂക്കളോടും ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എവിടെ ചെന്നാലും അതിൻ്റെ പുറകെ ആയിരിക്കും. ഇവിടെ ഈ സൈഡിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇത് കുറച്ചിവിടെ ചോല ഭാഗമായതുകൊണ്ട് വെയിൽ കുറച്ചൊരു കൊള്ളൽ കുറവുള്ള സ്ഥലമാണ് ഇത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഒത്തിരി ഇതൊക്കെ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഓരോ വീട്ടിൽ കണ്ടായിരുന്നു. ഈ പച്ച ഇലയില്ലാണ്ട് ചുമപ്പ് തന്നെയാണ് അവിടെയൊക്കെ കണ്ടത്. ഇതൊന്നും ഇവിടെ വയനാട്ടിൽ പിടിക്കുന്ന മാതിരി ഞങ്ങളവിടെ കോഴിക്കോട്ടേക്കൊന്നും ഇത്ര നല്ല ഉഷാറിലൊന്നും നിൽക്കുന്നത് കണ്ടിട്ടില്ല. ഞങ്ങൾ പോരുന്ന വഴിക്ക് ഇതിനേക്കാളും നല്ല ചുമന്ന് കിടക്കുന്ന പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പച്ച ഇല ഒന്നും ഇല്ലാതെ തന്നെ. പിന്നെ കുറച്ച് നമ്മളെ സ്ഥിരം കാണുന്ന ചെട്ടിപ്പൂവും അങ്ങനെയൊക്കെ. അങ്ങനെ ഓരോരോ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി. അതാ കണ്ടില്ലേ, നല്ല നല്ല സ്റ്റെപ്പും. ഇതിവിടേക്ക് 2 വഴിയുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്ന വഴിയുണ്ട്, വണ്ടി കയറുന്ന വഴിയുണ്ട് അപ്പുറത്ത്. ഞങ്ങൾ വരുന്ന വഴിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മഴ പെയ്തിട്ടില്ല ഭാഗ്യത്തിന്. ചെറിയ മഴയുള്ള സമയമാണിപ്പോൾ. ഞങ്ങൾ പറമ്പൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം സപ്പോർട്ടുണ്ട്, മാവും പ്ലാവും അങ്ങനെ എല്ലാ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലേക്കും ഉണ്ട് ഒരുപാട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു നായി വരുന്നുണ്ട്. പിന്നെ ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ അത് കുറച്ച് അപ്പുറത്തേക്ക് പോയിരുന്നു. ഇവിടെ അടുത്തെവിടെയോ ഉള്ള നായിയാണ് തോന്നുന്നു. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും അതിൻ്റെ വരവ് കൊണ്ട് അത്ര പ്രശ്നക്കാരനെല്ലാം തോന്നുന്നു. നമ്മുടെ എല്ലാവരും കണ്ടപ്പോൾ അതിങ്ങോട്ട് കയറി വന്നു. അവിടെ ഗേറ്റ് തുറന്നിട്ടാണ്. എനിക്ക് കണ്ടിട്ടൊക്കെ പേടി, എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. നല്ല ഒരു സുന്ദര നായിയാണ്, കണ്ടില്ലേ. പിന്നെ ഊഞ്ഞാലിലാടാനാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി. ഊഞ്ഞാലൊന്ന് ആടണം. അപ്പോൾ ആദ്യമൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തങ്ങനെ. പിന്നെന്താ നല്ല മുന്നിൽ ഒരു
പുഴയൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് അതിലൊന്ന് പോയി നോക്കണം. പുഴ കണ്ടിട്ടില്ല, പക്ഷേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടേക്കൊന്ന് പോയി നോക്കണം. നല്ല പ്രകൃതി ഭംഗി എന്നൊക്കെ പറയുന്നതാ, നല്ല അടിപൊളി. ഞാനും ടീച്ചറും ഒന്ന് വെറുതെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി. എന്തോ ഒരു നല്ല സന്തോഷം. പ്രായമൊന്നും ഞങ്ങൾ നോക്കിയില്ല. കുട്ടികളെക്കാളും നല്ല ഉഷാറായിട്ട് ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി. അങ്ങനെ ഞങ്ങൾ പുറത്തു കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴിതാ അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ കാണുന്നതൊക്കെ ചെടികളാണല്ലോ. ഇതൊന്ന് ടീച്ചർ കുറച്ച് ചെടിയൊക്കെ അവിടെ നിന്നൊക്കെ പറിക്കുന്നതുകൊണ്ട് ഞാനും ആ കൂട്ടത്തിൽ ചെറിയൊരു ഹണ്ടിങ് വീഡിയോയും കൂടി ആയിട്ടാണ്. അതൊക്കെ നമുക്കിവിടെ ഉണ്ടാവും അറിയില്ല, എന്നാലും പറിച്ചു. റോഡ് സൈഡിലുള്ളതായിരുന്നു. അതാ ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വേറെയും കുറേ, പിന്നെ ഇതൊക്കെ പണ്ടത്തെ 4 മണിപ്പൂവ്, അതൊന്നും ഇപ്പം കാണാനില്ല. ഇതൊക്കെ പല കളറിലുണ്ട് ഇനി 4 മണിപ്പൂവൊക്കെ. ഒരു ചെടി തന്നെ പല കളറൊക്കെ ഉള്ളു ഇപ്പോൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒറ്റ കളറാണ് ഞാൻ കണ്ടത്. പിന്നെ ഇതൊക്കെ കൂടി എങ്ങനെ കൊണ്ടുപോകുമെന്നറിയില്ല. ചെടികളൊക്കെ പറിക്കുന്നുണ്ട്. പിന്നെ അത് കണ്ടില്ലേ, ഇതിപ്പം വിരിഞ്ഞ് കിടക്കുന്നത് കാണുന്നില്ല. നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. ഇതിൻ്റെയും തൈ ഉണ്ട് താഴേക്ക്, അതൊക്കെ ഒന്ന് പറിക്കണം. കണ്ടില്ലേ, അതിൻ്റെ ഇപ്പുറത്തേക്കൊരു പൂ, അത് അപ്പുറത്ത് ഒരു വിരിഞ്ഞ പൂ കണ്ടു. എന്ത് ഭംഗിയാണ് കാണാൻ. നല്ലൊരു പീച്ചും ഒരു ഓടപ്പൂവിൻ്റെ വേറൊരു മട്ടാണ്. പിന്നെ അത് അങ്ങനെ ഇതുണ്ടോ, അതതിൻ്റെ തൈകളാട്ടോ. എന്തായാലും ഓരോന്ന് പറിച്ചേക്കാം. അങ്ങനെ ഒരു ഹണ്ടിങ് വീഡിയോ ആയി. ഇത് അവർ വെട്ടിയിട്ടടുത്തുനിന്നാണ് അതിൽ മുളച്ച് വന്നതാട്ടോ, അങ്ങനത്തെ തൈകളല്ല. എന്നാലും അതും പറിച്ചു. ഇതിന് കുറച്ച് സ്ഥലമൊക്കെ വേണം നമുക്ക് കുഴിച്ചിട്ടാൽ വളർന്ന് ഇതാവാൻ. അപ്പം വീഡിയോ അത് കണ്ടിട്ട് വെള്ള കുഞ്ഞി പൂവ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബായ്.